ഒരു പയ്യന്റെ ടയറും ഒരു ചേട്ടരുന്ന പിള്ളേർക്ക് ഇവിടെ വെല്ലടിക്കാൻ പാടില്ലല്ലോ. വെല്ലടിക്കാൻ ഓടിക്കാൻ പാടില്ലേ, പക്ഷെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഓടിക്കാം. നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ രാവിലെ തന്നെ? അതിന്റെ ഇടയിൽ എന്തെങ്കിലും പറയണ്ടോ? ഫുള്ള് പുല്ല് വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടാ. അവിടെ കാണാം ചേട്ടൻ പുല്ല് വെട്ടുന്നു. അപ്പൊ ബനാന ഒരു ക്യുക്ക് കലോറി ആണല്ലോ. അപ്പൊ ക്യുക്ക് കലോറി ചെയ്തുകൊണ്ട് ബനാന അധികം ഓവറായിട്ട് കൊഴുക്കാത്ത വെൽക്കം ബാക്ക് ടു സോൾട്ട് ഓഫ് വീഡിയോസ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഈ ദിവസം നേരം വെളുത്ത് വന്നിരിക്കുകയാണ്. രാവിലെ നേരം വെളുത്തപ്പോ തന്നെ നല്ലൊരു വെയിലുണ്ട്. അപ്പൊ നമ്മൾ നേരം വെളുത്തന്നെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ആദ്യം പോകും. കിച്ചണിൽ പോയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അതാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമ്മുടെ ചെടികളൊക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചെടികളൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. നല്ലൊരു വെയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാല് നമ്മൾ കഴിക്കാൻ പോകുന്നത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് വീറ്റാമിക്സ് ആണ് നമ്മൾ സാധാരണ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ നമ്മുടെ കോൺഫ്ലെക്സിനെ റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ തിരക്കുകളാണ് രാവിലെ തന്നെ. അപ്പൊ നമ്മൾ നേരം ഇട്ട് കളയാനില്ല, പെട്ടെന്ന് നമുക്ക് കോൺഫ്ലെക്സ് ശരിയാക്കണം. ഫ്ലെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് 2 ബോൾ എടുത്ത് വെക്കാം. ബോൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹണി നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവറാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സാധനം കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉള്ളത് 2 എണ്ണത്തിലേക്ക് ഇടുക. ഇതിലിട്ടുമ്പോ മെയിനായിട്ട് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഹണിയുടെ ഒരു കോട്ടുള്ള ഒരു കോൺഫ്ലെക്സ് ആണ്. അത് കാരണം പ്രത്യേകിച്ച് മധുരം നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇത് കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലെടുത്തോണ്ട് പാലെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് പോകണം കേട്ടോ. ഓൾ മിൽക്ക് ആണ് നമ്മൾ ഫുൾ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത്. ഇത് എത്ര kg ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാല് 2.27 ലിറ്ററിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഓളാണ് കേട്ടോ, ഫുൾ ഫാറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതില് കുറച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ട ഒരു സാധനമാണ് അടുത്ത മിൽക്ക്. വൈഫ് യൂസ് ചെയ്യുന്നത് ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതും കുറച്ച് ബൗളിലേക്ക് നമുക്ക് ഒഴിക്കണം. ഇതൊരു ഹാഫ് ഒഴിച്ചാൽ മതിയിട്ട്. ഹാഫ് ഒഴിച്ചുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ക്രിസ്പി ആയിട്ട് കടിച്ചടിച്ച് കഴിക്കാം. ചില ആളുകൾക്ക് അത് ചൂടാക്കിയിട്ട് കഴിക്കുന്ന താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മളത് 2 എണ്ണം ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കോഫി ഉണ്ടാക്കണം. കോഫി ഉണ്ടാക്കലാണ് മെയിൻ പരിപാടി. അപ്പൊ നമ്മൾ കോഫി ഉണ്ടാക്കാൻ വേണ്ടിക്ക് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ട് ഉണ്ടാക്കും. വൈഫിന് കുറച്ച് സ്ട്രോങ്, അത്ര അധികം കൂട്ടി ഉണ്ടാക്കില്ല. അപ്പൊ നമ്മള് ഇതിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മളെ കോൺഫ്ലെക്സ് എടുത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടതാണ് 2 മഗ്. കോഫി ഇല്ലാണ്ട് ഒരു ദിവസം തുടങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കെറ്റില് നമുക്ക് വെള്ളം ചൂടാക്കണം. അപ്പൊ വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണം, നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ ഇങ്ങനത്തെ കെറ്റിലാണ് നമ്മൾ വെള്ളം ചൂടാക്കുന്നത്. ഓക്കെ, അപ്പൊ വെള്ളം ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മൾ ഇന്നലെ വെച്ച ചിക്കൻ കറി തിരിച്ചിരിക്കും. ചിക്കൻ അകത്ത് കയറ്റല്ല, ഞാൻ ചിക്കൻ ചൂടുള്ള കേടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കോഫി ഉണ്ടാക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ കോഫിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നെസ്കാഫെ നമ്മൾ കുറച്ചാണ് യൂസ് ചെയ്തത്. പക്ഷെ നെസ്കാഫെ കുറച്ച് എക്സ്പെൻസീവ് ആണ് പറയുന്നത്. ഇത് കുറച്ച് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഒക്കെ നെസ്കാഫയുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് വലിയ മോശമില്ല. ഇതാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രാൻഡ്. ഓക്കെ, വലിയ മോശമില്ലാത്ത ബ്രാൻഡാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോഫിയിലേക്ക് ആയി തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടു, കോഫി ഇട്ടു. കോഫി ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങുന്ന ആവശ്യമില്ല. നമ്മൾ ചൂടുള്ള എങ്ങനെയാണ് ഒഴിക്കുക. ചൂടുള്ള ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് ഒഴിക്കുക. 2 കപ്പിൽ പറഞ്ഞ പോലെ 2 പാലില് 2 ഡിഫറെന്റ് പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പൊ നമുക്ക് പാല് അത് നമ്മൾ ഹാഫ് എടുക്കുള്ളൂ. ഒരു മഗ്ഗിലേക്ക് ഹാഫ് ചൂടുള്ള ഒഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് പാലാണ്. സ്ട്രോങ് ആണ് നമ്മൾ കൂട്ടാം. പാലുള്ള പ്രോട്ടീൻ അല്ലേ, കുറച്ച് കയറട്ടെ അങ്ങനെ. അപ്പൊ നമ്മുടെ പാലിന്റെ ആവശ്യം കഴിഞ്ഞു. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഈ കോൺഫ്ലെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ചൂടാക്കാം. ചൂടാക്കിയാൽ ഒരു ചെറുതായിട്ട് രാവിലെ കഴിക്കുന്നില്ല, പച്ച തണുത്തിട്ട് കഴിക്കുന്ന ഒരു രസമില്ല. അപ്പൊ നമുക്ക് ചൂടാക്കണം ചെറുതായിട്ട്.
അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഓണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓൺ വെച്ചിട്ട് ചെറുതായിട്ട് അധികം വിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാലാണ് തിളച്ച് പോകാൻ സാധ്യത. പ്രത്യേകിച്ച് ഓവണിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് അതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ആള് ഡ്യൂട്ടിക്ക് പോകും, നമ്മളിന്ന് ഡേ ഓഫാണ്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിലത്തെ മോർണിംഗിൽ നിന്ന് ചൂടായി വരാനുള്ള പ്രക്രിയകൾ. അപ്പൊ നമ്മളെപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒന്ന് ആഡ് ഓൺ ചെയ്യും. അപ്പൊ നമ്മൾ ബനാന നമ്മളെ ഫേവറേറ്റ് ആണ്. അപ്പൊ ബനാന ഒരു ക്വിക്ക് കലോറി ആണല്ലോ. അപ്പൊ ക്വിക്ക് കലോറി ആയതുകൊണ്ട് ബനാന അധികം ഓവറായിട്ട് പഴുക്കാത്ത ബനാനകൾ മേടിച്ചിട്ട് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട്സിന്റെ ഒരു ചെറിയൊരു കൊട്ടയുണ്ട്. അപ്പൊ ആ കൊട്ടയിൽ നമ്മള് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്രൂട്ട്സും കൂടെ തന്നെ ഇവിടെ കഴിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ഇപ്പോൾ ഡ്യൂട്ടി ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും ബാക്കിയുള്ള ഒരു മിഡിൽ കഴിക്കാനുള്ളതും ഒരു 11 മണിക്കും ഒരു 3 മണിക്കൊക്കെ കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്നാക്സ് ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഓണം അവിടെ വിസിലടിച്ചിട്ടുണ്ട്. അപ്പൊ ഓണം മാറ്റി അടുത്തൊന്ന് വെക്കണം. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ നമുക്ക് ടേബിൾ കൂടെ അറിഞ്ഞുണ്ട്, അടിപൊളി ടേബിൾ ഉണ്ട്. ടേബിൾ ഞാൻ കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ ടേബിള്. ഓക്കെ, ഈ ടേബിളിലാണ് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുത്തിരിക്കുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വൈഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വൈഫ് നമ്മളെ യൂണിഫോം നമ്മുടെ NHSന്റെ ഒരു ഓതറൈസ് ആയിട്ടുള്ള ഒരു യൂണിഫോം ആയതുകൊണ്ട് നമ്മൾ പബ്ലിക് സ്പേസിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ലേ, നമ്മൾ കാണിക്കാൻ പാടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. അത് ചിലർ പാലിക്കും, ചിലർ പാലിക്കില്ല. അപ്പോൾ ആ ഒരു പോളിസി ഉള്ളതുകൊണ്ട് നമ്മൾ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ആക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ കോഫി ചൂടായിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ എന്തുണ്ട്, നമ്മുടെ കോൺഫ്ലെക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം നോക്കാം കോൺഫ്ലെക്സ്. ബ്രേക്ക്ഫാസ്റ്റ് നിപ്പിലടിയാണ്. സമയം കഴിഞ്ഞാൽ നമ്മൾ നിന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് പ്രത്യേക ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാണ്. സമയം ഉണ്ടായിട്ട് നമ്മൾ ഇരുന്ന് കുത്തിരുന്ന് ആസ്വദിച്ച് സാധാരണത്തിൽ കഴിയും. നോക്കി കാണാം, നല്ലൊരു സീനറി കാണാൻ. നല്ല ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിച്ചണിൽ നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു സീനറി ഉണ്ട് പുറത്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ പരിപാടി. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെയിം സാധനം ട്രൈ ചെയ്യുക. നമ്മൾ ആദ്യം വിറ്റാമിക്സ് ആയിരുന്നു ട്രൈ ചെയ്തു. നമുക്ക് അടുത്തായിരുന്നു വിറ്റാമിക്സ് ആയിരുന്നു. 2 മാസം കുടിച്ചതിന് ശേഷം അടുത്തപ്പോൾ നമ്മള് കോൺഫ്ലെക്സിലേക്ക് മാറി. അതിന് മുന്നേ നാടൻ പലഹാരങ്ങളായിരുന്നു പുട്ട്. നമുക്ക് അത് കഴിഞ്ഞാല് നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ദോശ നമ്മുടെ അതിൽ ഇരിക്കുന്നു, ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ദോശമാവ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശമാവ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കും. വീക്കെൻഡ്സിൽ സമയം വേണമല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ദോശ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന സമയം വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കും. എല്ലാ സമയത്ത് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കും. അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അങ്ങനെ പുട്ടൊക്കെ തലവസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചു. പിന്നീട് അതൊക്കെ ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിന് നമ്മൾ അവസാനിപ്പിക്കും. ഇതാവുമ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി എളുപ്പമാണ്, സമയം ലാഭം. പിന്നെ നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നുണ്ട് രാവിലെ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വൈഫിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോവാണ്. വൈഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒളിച്ചും പാത്തും ഒരാള് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോ നമ്മള് സ്പെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പെക്സ് കാണുമ്പോ തോന്നും അവന് കണ്ണ് കാണാണ്ട് വെച്ചിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ഇത് സൺഗ്ലാസ് ആണ്, കണ്ടു കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അപ്പോ മെയിനൊരു പ്രത്യേകം ചെയ്യുന്ന നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കണ്ണാട വെക്കാണ്ട് പോയി ചിലപ്പോൾ തിരിച്ചു വരുമ്പോ കണ്ണൊക്കെ 2 കളറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ണാട വെച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഇടയിൽ നമ്മള് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഇവിടെ അത്ര അധികം യൂസ് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് മാറുന്ന കാരണം നമ്മൾ യൂസ് ചെയ്തിരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ UV റേസ് കൂടുതലാണ്. അപ്പൊ നമ്മള് വീടിന് തുറന്ന് നമ്മൾ പുറത്തുനിന്ന് കടന്ന് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ അടയ്ക്കാട്ടോ, ഫേവറേറ്റ് അടയ്ക്ക. അപ്പൊ ഡോറ് അടച്ചിരിക്കണം, കണ്ടില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഫുള്ളും മരങ്ങളും ചെടികളും പൊന്തക്കാടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഫുള്ളും.
ഇത് നമ്മുടെ ബാക്കിയോടുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഇന്ന് പോവാൻ മടിയുണ്ടോ പോവാൻ? പ്രസക്തി ഇല്ല. അതെന്തത്? ഞാൻ അങ്ങനെയാണ്, ഞാൻ കുഞ്ഞിന്റെ പോലെ ഇങ്ങനെയാണ്. അപ്പനമ്മനെ എടുത്തിട്ട് വണ്ടിയിലിട്ടിട്ടാ കൊണ്ടുപോകാറ്. ആ മടി ഇപ്പോഴും പോയില്ല എന്നാണ് പറയുന്നത്. അതെ, ഉറക്കം മതിയായില്ല. അത് ഇനി സമയമുണ്ടല്ലോ. എത്ര ദിവസം ഉറക്കം? ഒരു 3-4 മണിക്കൂറെങ്കിലും എക്സ്ട്രാ കിടന്നുറങ്ങണ ഒരു ദിവസം. ഉറക്കാണ് ഇപ്പത്തെ പെയിൻ പ്രശ്നമല്ല. നമുക്ക് സെപ്പറേറ്റ് ഒരു ചോദിച്ചാലോ, ഒരു 10 ദിവസം ഉറങ്ങാൻ വേണ്ടിട്ട് 2 ദിവസം തരാൻ പറ. അത് 6 മണിക്കൂർ ഉറങ്ങിയിട്ട് എടുത്ത 12 മണിക്കൂറിന്റെ ഉറക്കം കോമ്പൻസേറ്റ് ചെയ്ത് വിട്ടു. അവരെന്തെങ്കിലുമൊക്കെ ഉറങ്ങാത്ത കാരണമെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ബാക്കില് നമുക്ക് അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് പറഞ്ഞാ. സൂപ്പർ ഗ്രൗണ്ടാണ്. ഇവിടെയൊക്കെ കളിയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ പട്ടീനൊക്കെ അപ്പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ ലിറ്റർ ബോക്സ് സൈഡിലൊക്കെ കാണാൻ പറ്റും ഗ്രൗണ്ടിൻ്റെ. അപ്പം അതിൻ്റെ സൈഡിൽ അപ്പിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരെ പട്ടീരപ്പി അവരാരെന്നെ വരണം. കോരിയതിന് ശേഷം അവരാരെല്ലാം വെച്ചാൽ വേറെ ആൾക്കാർ കോരിയതിന് ശേഷം അതൊരു കവറിലാക്കിയിട്ട് ഇവിടെ കാണുന്ന ലിറ്റർ ബോക്സ് ഉണ്ടോ, ഈ ഒരു ബോക്സ്, ആ ഒരു ബോക്സിൽ നമ്മൾ കെട്ടിയിട്ട് ഇടണം. ഞാൻ അടുത്തുന്നുണ്ട് കാട്ടിയരാട്ടോ. അതേക്കണം, ഇതാണ് നമ്മുടെ പട്ടീര അപ്പിയിടണ ബോക്സ്. അപ്പോൾ ഈ പട്ടീര അപ്പിയിടണ ബോക്സിൽ നമ്മൾ കെട്ടിയിട്ടിടണം. കെട്ടിയിട്ടിട്ടതിന് ശേഷമാണ് നമുക്ക് പോകേണ്ടത്. കാരണം അവിടെ ഇവിടെ അപ്പിയിട്ടിട്ട് പോകാൻ പറ്റും നാട്ടിലെ പോലെ. അപ്പോൾ ഇവിടെ നമുക്ക് പിള്ളേരുകളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സൈക്കിൾ കാത്ത് നമ്മളൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ കാത്ത് നിൽക്കാറില്ലേ, അവിടെ കുറേ ഒരു കാത്ത് ഇവിടെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് കാണാം. പിന്നെ ഇപ്പോൾ ഇത് തോന്നുന്നു ഇവിടെ പുല്ല് വെട്ടുന്നുണ്ട് കേട്ടോ. മെഷീനൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെട്ടി വെട്ടിയിട്ടുണ്ട് കേട്ടാ, നിരപ്പാക്കിയിട്ടുണ്ട് അടി വെട്ടിയിട്ട്. പക്ഷെ വെട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. 2 ദിവസം കഴിയുമ്പോഴേക്കും അത് വീണ്ടും മുളച്ചു വരും. അതെ അതെ, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോ ഇവിടെ ചെടികളുടെ ഒരു, ഇവിടെ ഈ വേലിക്ക് നമ്മുടെ നാട്ടിൽ മതിൽ കെട്ടുന്നതിന് പകരം മരങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ വേലി സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് ശരിക്കും മുള്ളു പോലെയൊക്കെ ഉള്ളിലുണ്ട്. ഇതിന്റെ 3 തരം ചെടികളിൽ മിക്സഡാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ചാടി കിടക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പച്ച കളറിൽ ഇങ്ങനെ പഴുത്തുണ്ടെങ്കിൽ ചുവപ്പ് കളറാവുന്ന ഒരു ചെടി ഇവിടെ ഉണ്ട്. അതിന്റെ കണ്ട അത് നുളച്ചിടണ കായായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വൈഫിന് സ്പീഡ് കൂടുന്നുണ്ട്. അപ്പോൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുല്ല് വെട്ടിയതിൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു സബ്വേ ക്രോസ് ചെയ്തിട്ടാണ് പോണത്. ഈ സബ്വേ ക്രോസ് ചെയ്ത് പോകുമ്പോൾ തൊട്ട് മുകളിൽ തന്നെ ബസ് സ്റ്റേഷനല്ല ബസ് സ്റ്റോപ്പ് ഉണ്ട്. കണ്ടില്ലേ, 2 സൈഡിലെ സബ്വേ ആണ് അടിച്ചിരിക്കുന്നത്. ഇപ്പൊ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഭയങ്കര വിശേഷിക്കും. രാവിലെ 9 മണി 10 മണി വരെ ബസ്സായാലും റോഡുകളായാലും പിള്ളേരായാലും ഭയങ്കര തിക്ക് നിരക്കുമ്പോൾ ആളാണ് അല്ലേ. അതിൽ പെട്ടൊരാളാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം സ്കൂളിലേക്ക് പോകുന്നത് ഓർത്തോ? ഇല്ല. ഓക്കെ, ഓഫാണ് എനിക്ക് ഡ്യൂട്ടി. അപ്പൊ ഞാൻ വേഗത്തിലെത്തണം. ഒന്നാമത് ലേറ്റ് 10 മിനിറ്റ് ഇവിടെ മുറ്റത്ത് 2 വെച്ച് കഴിഞ്ഞാൽ തല സ്ഥലത്തേക്കാണ്. അതെന്താ? എന്നാലും ഡ്യൂട്ടി സമയത്ത് എത്തണ്ടേ? ഡ്യൂട്ടി സമയത്ത് എത്തണം. എനിക്ക് ഡ്യൂട്ടി 8:30 8:20 കൂടിയാണ് അവിടെ എത്തണം. ഒരു സ്കൂൾ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകണം. അതിന്റെ പേര് നോവ പ്രൈമറി സ്കൂൾ എന്നാണ്. നോവ, നല്ല പേരല്ലേ. അപ്പോൾ പിള്ളേരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പണി ഒഴിവാക്കാൻ വേണ്ടി നേരത്തോടെ വന്നിട്ട് പിള്ളേരവിടെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. കണ്ട പിള്ളേർ പോകുന്നു. അപ്പോൾ പിള്ളേർക്ക് നമ്മുടെ നാട്ടിൽ പോലെ മടി തന്നെ പിള്ളേർക്ക്. എങ്ങനെ മടി തന്നെ പിള്ളേർക്ക്. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. മാത്രല്ല മുതിർന്നവർക്കും ഉണ്ട് മടി. അങ്ങനെ പിള്ളേരെ മാത്രം പറയണ്ട.
മുതിർന്നായിരുന്നോ? ഇന്ന് 12 ഡിഗ്രി ടെമ്പറേച്ചർ. അതാണ് ജാക്കറ്റ് എടുത്ത്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ജാക്കറ്റ് ഇടാണ്ട് നമ്മൾ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി പോകാറുള്ളതാണ്. പക്ഷെ 12 ഡിഗ്രി ചെറിയതായിട്ട് തണുപ്പുണ്ട് അല്ലേ? കാറ്റ് വീശുന്നുണ്ട്. അപ്പോ പിന്നെ ഇവിടെ ബാക്കിൽ ഒരു ബോക്സ് ഉണ്ടോ? ആ ബോക്സ് പറഞ്ഞു കഴിഞ്ഞാല് പഴയ ഡ്രസ്സുകള് അല്ലാതും കിട്ടണത് അതിലും കൊണ്ട് കിട്ടണ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൗൺസിൽ വന്നിട്ട് ആ ഡ്രസ്സ് വന്നിട്ട് എടുത്തുകൊണ്ട് അത് വന്നിട്ട് നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മടക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ എടുത്തത് കൊണ്ട് അത് നല്ലൊരു മെത്തഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് അല്ലേ? ഇവിടെയാണ് നമ്മുടെ നോവ പ്രൈമറി സ്കൂൾ. അപ്പൊ ടീച്ചർമാരൊക്കെ നേരത്തോടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ടാഗ്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ സ്കൂളിന്റെ മുന്നില് നിർത്താൻ പാടില്ല. ഇവിടുത്തെ ഡ്രൈവിങ്ങിന്റെ മെയിനായിട്ട് പ്രത്യേകതയാണ് ഈ കാണുന്ന ഇങ്ങനെ വരച്ചിട്ടില്ലേ ലൈൻ. അതും അതുപോലെ തന്നെ ഡബിൾ ലൈൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാരണവശാലും വണ്ടി ഇവിടെ നിർത്താൻ പാടില്ല. അതായത് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ ഏരിയ ആണ്. അപ്പോൾ കോമ്പൗണ്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ ഇൻഫ്രണ്ട് ആയിട്ട് നിൽക്കുന്ന റോഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വൈഫ് പറയുന്നു ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് റോങ് ആണെന്നാണ് പറയുന്നത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലൈനിന്റെ മുകളിൽ കയറ്റിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് അബ്സല്യൂട്ട് ഇവിടെ വരെ പാർക്ക് ചെയ്യാൻ പാടില്ല ആക്ച്വലി. പക്ഷെ ഇത് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇതൊക്കെ വീടിന്റെ അതുപോലെ തന്നെ റോഡിന് മുന്നിൽ പാർക്ക് ചെയ്യാൻ നോർമലി അല്ല ഇവിടെ. പക്ഷേ നോർമല് എന്താ പറയുന്നത് ടൈം വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും അവിടെ പാർക്കിങ്ങിന് ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ മാത്രമാണ് പാർക്ക് ഇടാൻ പാടുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ വീടിന് മുന്നിൽ നല്ല പൂക്കള്. നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ രാവിലെ തന്നെ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്, വന്നിട്ട് പറയാം. ഇടയിൽ എന്തെങ്കിലും പറയണ്ടോ? ഇടയിൽ പ്രത്യേകിച്ചൊന്നും എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. I want to finish this shift, then I will come back. കം ബാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓഫായി കാരണം നമുക്ക് പിന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ യൂട്യൂബിലേക്ക് പിന്നെ നമ്മൾ കാണില്ല പിന്നെ. അപ്പോൾ ഇവിടെയൊക്കെ മലയാളികളുടെ വീടുണ്ട് അപ്പുറത്തൊക്കെ. നമ്മൾ ഇന്നലത്തെ ഒരു ഇതിൽ വ്ളോഗിലാണ് പറഞ്ഞായിരുന്നു മണം വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് മണം കിട്ടാറുണ്ട് അല്ലേ? ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബുഷൊക്കെ അങ്ങനെ വെട്ടി സുന്ദരനാക്കിയിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാട് പൊന്ത കയറി നിൽക്കാണ്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. നല്ല നല്ല പൂക്കളുണ്ട് ഇവിടെ, കണ്ടോ? അടിപൊളി പൂക്കളാണ്. ഇതിങ്ങനെ നമ്മൾ ഈ വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചൂടായി വരുന്ന ഒരു സമയമായതുകൊണ്ട് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഇടവഴിയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിലെ സ്കൂളിൽ പിള്ളേരും പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്ന സ്റ്റാഫും പോകുന്നുണ്ട്. കണ്ടോ, ഈ വഴിയാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ചിലരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരൊക്കെ നൈറ്റ് കഴിഞ്ഞ് വരുന്നവരാണ്. കണ്ണൊക്കെ കറുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ചില ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ കുന്തുളിപ്പോട് ഇവിടെ പോകുന്നുണ്ടോ. അവരൊക്കെ ഡേ ഷിഫ്റ്റിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഓരോരുത്തരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം. പിന്നെ ചില പിള്ളേരുണ്ട് ഇങ്ങനെ പതുക്കെ മന്ദ പോകുന്നത് സ്കൂൾ കുട്ടികളാണ്. അവർ വഴി മാറില്ല, റോഡിന് സെൻറ്ററിലൂടെ നടക്കും. അങ്ങനത്തെ പ്രത്യേക തരം പരിപാടി. ചില ആൾക്കാർ സൈക്കിൾ കൊണ്ട് അഭ്യാസം കട്ടിട്ട് പോകും. ഇവിടെയൊക്കെ പാട്ടുറക്കം വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി റോസ് ഉണ്ടായി നിൽക്കുന്നുണ്ട. നല്ല അവിടെ മുകളിൽ റോസ് ഉണ്ടായി കാണണ്ട. കണ്ടാ ഇവിടെ ഒരു വീടിന്റെ മുറ്റത്തൊരു കാഴ്ച കിട്ടിയാ. വീടിന് മുന്നിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് വീടിന് മുന്നിൽ തന്നെ വളർച്ച വന്നിരിക്കുന്നതാണ്. അങ്ങനെ വിത്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പല കളറിൽ വന്നായിരുന്നു. അത് വിത്തിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്.
ഇപ്പൊ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ, വേറെ നേരത്തെ ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ നാട്ടില് നല്ല പൊട്ടർ ചിപ്സിന്റെ മണം വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണം പെട്ടെന്ന് പിടിക്കും. അതൊരു രണ്ടുപേരും പ്രശ്നമാണ്. മണം നമ്മളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ ഇനി ഒത്തിരി നമ്മൾക്ക് ഇനി പറയുന്ന കേൾക്കാൻ സാധ്യത കുറവാണ്. നമ്മള് ഓവർ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറാൻ പോകണം. താഴത്തോടെ ഡ്യൂവൽ കാരേജ് പോകുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ NH എന്നൊക്കെ പറയുന്ന പോലെ പോകുന്നുണ്ട് താഴത്തോടെ. ഒരു പയ്യന്നർ ടയറും ഒരു ചേട്ടരുന്ന പിള്ളേർക്ക് ഇവിടെ വെല്ലടിക്കാൻ പാടില്ലല്ലോ. വെല്ലടിക്കാൻ ഓണടിക്കാൻ പാടില്ലേ. പക്ഷെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഓണടിക്കാം. വീഡിയോ എടുക്കണം. അവർ കൊച്ചിന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പോണതാണ്. നമ്മള് സൈഡൊക്കെ നോക്കിട്ട് കൈ പിടിച്ച് വലിച്ചു നീക്കണം. അപ്പൊ അങ്ങനെ നമ്മള് പോവാ. ഹോസ്പിറ്റൽ കോമ്പൗണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഇടനാഴി ഉണ്ട് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇടനാഴിയോടെയാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ വലിയ അരോചകമില്ലാത്ത രീതിയിൽ മാന്യമായ രീതിയിലാണ് നമ്മൾ വ്ളോഗിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം അലമ്പാക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പുറകിൽ വൈഫ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ഞാനാണ് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോണ പോലെ ഉണ്ട്. ഞാനാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ നടക്കുന്നത്. വൈഫ് തളർന്നത്. എന്തേലും ഡ്രിങ്ക്സ് വേണം. അല്ല, ഇത് ഞാൻ കാണുമ്പോഴേ ഞാനാ ഡ്യൂട്ടിക്ക് പോണ പോലെ ഉണ്ടെന്നേ. ഞാനാ ഡ്യൂട്ടിക്ക് പോണ പോലെ ഉണ്ടെന്ന്. ആര് നേരത്തെ എത്തിയാലും ആരെങ്കിലും ഡ്യൂട്ടിക്ക് കയറിയാൽ മതി, യൂണിഫോം തരാം. ആക്ച്വലി ഇങ്ങനെയൊന്നും ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ. അതെ, നമ്മള് പബ്ലിക് സ്പേസിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് വൈഫ് പറയുന്നത്. അതൊരു കാരണവശാലും അങ്ങനെ നിയമം ഇവിടെ ഇല്ല. പക്ഷെ വേറൊരാൾക്കാരുടെ പ്രൈവസിയിലോ വേറൊരു സാധനത്തിലോ നമ്മൾ കയറി ഇടപെടാൻ പാടില്ല. അത് ശരിയാണ്. പക്ഷെ പബ്ലിക് സ്പേസിൽ വീഡിയോ എടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. ആൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, മാന്യമായ രീതിയിൽ, അടിവരയിട്ട് പറയുന്ന മാന്യമായ രീതിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. തൊട്ടിപ്പുറത്ത് കണ്ടെങ്കിൽ നമുക്കൊരു സാധനം കാണാം. ഇത് ഇവിടുത്തെ മോർച്ചറിയാണ്. ഉള്ളിലേക്ക് എങ്ങനെ കയറണമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യം നടന്നു നമ്മുടെ നോട്ടീസ് ബോർഡ് താഴ്ത്തി വെച്ചിട്ടുണ്ട്, റോഡിന്റെ അരിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മോർച്ചറി. മോർച്ചറി ഇപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടോന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ ചുറ്റും റോഡാണ്. അപ്പോൾ ഒരു സൈഡിലൂടെ വന്ന് കയറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ സൈഡിലൂടെ ഇറങ്ങി പോവാം. ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് തിരിച്ചു വരുന്നത്? 4:30 വരെയുള്ളോ? അറിയില്ല. പണി അനുസരിച്ചിരിക്കും. പണി കൂടിയാൽപ്പോ സമയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോ വൈഫിനെ പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വൈഫിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും പഴയ ഗ്രൗണ്ടിന്റെ സൈഡിലെത്തി. ഗ്രൗണ്ടിന്റെ അവിടുത്തെ വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ആള് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പുറത്തെ ബാക്കിലേക്ക് തിരിച്ച് ആള് പോയിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ മെഷീൻ കേട്ടോ. പക്ഷേ പുല്ലൊക്കെ അത്യാവശ്യത്തിന് നന്നായിട്ട് വെട്ടി പോയിട്ടുണ്ട്. ഇതെങ്ങനെ പോയാലും 2 ആഴ്ച കഴിയുമ്പോഴേക്കും പുല്ലൊക്കെ മുളച്ചു വരും. ഓക്കെ, അപ്പൊ നമ്മള് പതുക്കെ നടന്ന് രാവിലെ നമ്മൾ നടക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് ആവുകയും ചെയ്തു. രാവിലെ അല്ലേ എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ നടക്കുന്നൊരു ശീലം എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ നമ്മൾ നടക്കാറുണ്ട്. മൂവ്മെന്റ്സ് വേണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുന്നതാണ്. ഓക്കെ, ഇനിയത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫ് ഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് മെയിനായിട്ടുള്ളത് എഡിറ്റിംഗ് പരിപാടികളുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്കൊരു കമ്പനി സ്റ്റാർട്ടപ്പ് ഉള്ള കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. കരിക്കുലർ അക്കാദമി എന്നാണ് സ്റ്റാർട്ടപ്പിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ക്ലാസ്സുകളും
ഇന്നൊരു ലൈവ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ലൈവ് സെക്ഷനിലേക്ക് ഉള്ള ചെറുതായിട്ടൊരു സ്ലൈഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അവർ തന്നെ ക്ലാസ്സുകൾ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MEP എസ്റ്റിമേഷൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വീഡിയോസ് ശരിയാക്കണം. അപ്പോൾ ഓഫ് ഡേയ്സ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ബിസി തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വിൻ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു സമയം 1 മണിക്കൂർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പെട്ടെന്ന് സമയം പോകും. എന്തുകൊണ്ടാണ് അതുവരെ മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് സമയം പോകും. കിടന്നുറങ്ങി കഴിഞ്ഞാൽ സമയം തികയുന്നില്ല. എണീറ്റ് കഴിഞ്ഞാൽ സമയം വേഗം പോകുന്നു. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങളെല്ലാതും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ഏകദേശം വെള്ളിയാഴ്ചയോട് കൂടെ സ്റ്റാർട്ട് ചെയ്യും. വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ കഴിയുന്ന വർക്കുകളൊക്കെ മാക്സിമം തീർത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കുള്ള വീഡിയോസ് എല്ലാം റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഡേയ്സിലത്തെ മെയിനായിട്ടുള്ള പരിപാടികൾ. അതിനിടയിൽ പിന്നെ വേറെ എന്തെങ്കിലും വർക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ അവർ ലൈഫ്, അതുപോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്ളോഗാണ്. നമ്മൾ ഇന്നലത്തെ ഒരു വ്ളോഗ് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളെ ഹോം ഓഫീസ് സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ പരിപാടികളും നമ്മുടെ വീഡിയോസും ചാനൽ എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത്. നമ്മൾ 2-3 ചാനൽ നമുക്കുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്. ഒന്ന് കരിക്കുലർ അക്കാദമി, ഒന്ന് സാൾട്ട് ഓഫ് ഡ്യൂസ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ കരിക്കുലർ അക്കാദമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ്. ഞാൻ എന്റെ ലിങ്ക് അറ്റാച്ച് ചെയ്യാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ 3-4 പേജസ് ഉണ്ട്. അതിൽ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടൈറ്റ് സ്കെഡ്യൂളാണ്. നമ്മളെപ്പോഴും ഓഫ് ഡേയ്സ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കീപ്പ് ഓൺ ബിസി ആയിരിക്കും. എപ്പോഴും നമുക്ക് വർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ കാണുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് സ്റ്റേഷൻ അത്യാവശ്യമാണ്. എന്നാലും നമുക്ക് ഇങ്ങനത്തെ നല്ല വീഡിയോകളൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മള് അടുത്ത പരിപാടിയിലേക്ക് നമുക്കിവിടെ പെൻഡിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്കാണിത്. അപ്പൊ ഇതില് ഫുള്ളും വർക്കുകൾ ഇങ്ങനെ എടുക്കാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മുടെ ഈ വീക്കിലേക്കുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കണം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡയലത്തെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ എഡിറ്റിങ്, അപ്ലോഡിങ്, ക്ലാസ്സുകൾ തയ്യാറാക്കല്, അങ്ങനത്തെയൊക്കെയാണ് നെക്സ്റ്റ് നമ്മുടെ വർക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഈവനിങ് ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും വൈഫിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 4:30 വരെയുള്ള ഡ്യൂട്ടി. അപ്പൊ കൊണ്ടുവരാൻ വേണ്ടി തിരിച്ച് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ വീണ്ടും കാണാം. സീ ദെൻ. ബൈ ബൈ.